എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. 45 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യമാണ് വായിച്ചത്. സങ്കീർത്തന പുസ്തകത്തിൽ നാം കാണുന്നത് ദൈവത്തോടുള്ള സത്യസന്ധമായ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ഒരു ബന്ധമാണ് സങ്കീർത്തന പുസ്തകങ്ങളിൽ നാം വായിക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവവുമായി അവർ തങ്ങളുടെ ഹൃദയം തുറന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പങ്കുവയ്ക്കുന്നതാണ് സങ്കീർത്തന പുസ്തകം. ചില സമയങ്ങളിൽ അവർ തങ്ങളുടെ പാപങ്ങൾ ദൈവത്തോട് ഹൃദയപൂർവ്വം ഏറ്റുപറയുന്നു. മറ്റ് സങ്കീർത്തനങ്ങളിൽ അവർ തങ്ങളുടെ ഭയവും നിരാശയും ദൈവത്തോട് അവർ പങ്കുവയ്ക്കുകയാണ്. മറ്റു ചില സങ്കീർത്തനങ്ങളിൽ ആഴിയുടെ ആഴങ്ങളിൽ കിടന്ന് നിരാശയിലും ദുഃഖത്തിലും അവർ നിലവിളിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ദൈവത്തോട് ചോദിക്കുന്നു. ദൈവമേ, നീ ഉറങ്ങുന്നതെന്ത് എന്ന് പോലും സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നു. എന്നാൽ മറ്റ് ചില സങ്കീർത്തനങ്ങളിൽ അവർ ആഴത്തിലുള്ള നിരാശയിൽ നിന്ന് കരകയറിയപ്പോൾ സന്തോഷത്തിൻ്റെ ഗാനങ്ങൾ പാടുന്നതായി നാം കാണുന്നു. അത് ഒരു വലിയ ഉത്സവത്തിൻ്റെ പ്രതീതി ആണ് നാം ആ സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നത്. നീർച്ചാല് തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഉള്ളം കർത്താവെ അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. വരണ്ട നിലം വെള്ളത്തിനായി കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ഉള്ളം അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, തങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ അത് ദൈവവുമായി ഹൃദയപൂർവ്വം പങ്കുവയ്ക്കുന്നതാണ് സങ്കീർത്തനക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു പാട്ടായിരിക്കാം. അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഒന്ന് ആയിത്തീരാതെ കേവലം അധരങ്ങൾ കൊണ്ട് മാത്രമുള്ള ഒരു അധരവ്യായാമമായി തീർന്നിട്ടുണ്ടോ? കൊരകപുത്രന്മാരുടെ ധ്യാനത്തിൽ അവർ പറയുകയാണ്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുകയാണ്. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. എൻ്റെ നാവ് എന്താണ് അവിടെ പറയുന്ന? സമർത്ഥനായ എഴുത്തുകാരൻ്റെ ഒരു എഴുത്തുകോലായി അത് രൂപാന്തരപ്പെടുകയാണ്. തുടർന്ന് ദൈവത്തോട് പറയുകയാണ്, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് നമുക്ക് തീരുമാനിക്കാം. പ്രാർത്ഥനയുടെ ഒരു വാക്യ പറഞ്ഞുള്ളെങ്കിലും, ഒരു ഗാനത്തിൻ്റെ ഒരു വരി അല്ലെങ്കിൽ ഒരു ഈരടി മാത്രമേ പാടിയുള്ളെങ്കിലും, കർത്താവെ, അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സങ്കീർത്തനക്കാരനെ പോലെ, എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തുമെന്ന് നാം തീരുമാനിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. ഫെനൽ എന്ന എഴുത്തുകാരൻ ടോക്കിംഗ് വിത്ത് ഗോഡ്, ദൈവത്തോട് സംസാരിക്കുക എന്ന പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ സന്തോഷവാനാണെങ്കിൽ ദൈവത്തോട് പറയുക, കർത്താവേ, ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. ദുഃഖത്തിലായിരിക്കുന്നുവോ? ദൈവത്തോട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുക, കർത്താവേ, ഞാൻ വലിയ ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നു. അല്ല, വലിയ സന്തോഷമാണ് ഹൃദയത്തിലെങ്കിൽ ദൈവത്തോട് പറയുക, ദൈവമേ, ഇന്ന് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ മടിയിലിരിക്കുന്ന ലാളിത്യത്തോടെ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ്
യഥാർത്ഥ ക്രിസ്തീയ ജീവിതം.